അപ്പൊ ഗൈസ് നിങ്ങൾ എല്ലാരും കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം. അതെ അതെ, സ്റ്റുഡി എന്ന യാഥാർത്ഥ്യത്തിന് തിരശീല വീഴാൻ പോകും. തിരശീല പൊങ്ങാൻ പോകും. അതെ ഗൈസ്, നമുക്ക് സ്വന്തമായ ഒരു സ്റ്റുഡിയോ വന്നിരിക്കുകയാണ്. അപ്പോ നമ്മളുടെ വേർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലം. അത് റിവീൽ ചെയ്യണത് ചില്ലറക്കാരല്ല. അല്ലല്ല, നമ്മൾ പ്രതീക്ഷ പോലെ അതെ അതെ, നമ്മൾ പ്രതീക്ഷ പോലെ ഒരു വലിയ ഗസ്റ്റ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതെ. അപ്പൊ എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഇപ്പൊ വരും. അതെ അതെ, അത് നിങ്ങൾക്ക് സർപ്രൈസ് ആണ്. അതും ഇങ്ങനെ ആരാണെന്നുള്ളത് ഗസ്റ്റിനെ സ്വീകരിക്കാൻ നമ്മൾ വെറും കൈയോടെ അല്ല നിൽക്കുന്നത്. ബൊക്കെയുണ്ട്, മാല, ദണ്ട്. ഇത് അടിക്കാനല്ല, പൊട്ടിക്കാൻ. അപ്പൊ ഗൈസ്, നമ്മുടെ ബ്രഹ്മാണ്ട ഗസ്റ്റിന് വേണ്ടി നമ്മൾ ഓരോ പ്രിപ്പറേഷനിലാണ്. അപ്പൊ ഗസ്റ്റ് നമ്മൾ വെറുതെ ഒന്നും അല്ല വെൽക്കം ചെയ്യുന്നത്. നമ്മൾ അതിനുവേണ്ടി ഒരു ഓർഗനൈസ്ഡ് ആണ്, വെൽ ഓർഗനൈസ്. പണ്ടത്തെ പോലെ അല്ല, ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഇന്നലത്തെ പോലെ അല്ല. ഓരോരുത്തർക്കും നമ്മൾ ഓരോരോ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് തന്നെ അരുൺ കുട പിടിക്കുന്നത്. കാര്യം ഇവിടെ ഭയങ്കര ചൂടാണല്ലോ. അതെ, കുട പിടിക്കുന്നു. അതിനുശേഷം ഗസ്റ്റ് വഴി കാട്ടാനായും സ്വീകരിക്കാനായും ഞാൻ ഷേക്കൻഡ് കൊടുക്കും. അതെ, ഈ രാഷ്ട്രപതിയൊക്കെ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടുത്തെ രാഷ്ട്രപതി അതെ അതെ, സ്ഥാനം മാത്രമേ ഉള്ളൂ, രാഷ്ട്രപതിയാണ്. പിന്നെ ഹാരം കൊടുക്കുന്നത്, ഹാരം അണിയിക്കുന്നത്, കല്യാണത്തിനുള്ള ഹാരമൊക്കെയാണ്. ഒക്കെ ഞാനാണ് കൊടുക്കുന്നത്. അല്ലാതെ ഒരു ഹാരം അണിയാൻ ഇതില്ലാത്തതുകൊണ്ട് ഈ ഹാരമെങ്കിലും. പിന്നെ പൊട്ടാത്ത 3-4 പോപ്പർ ഉണ്ട്, അത് നമ്മൾ പൊട്ടും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയൊരു പ്ലാനിങ്. ഇനി വരുമ്പോ എങ്ങനെയാവും നമ്മൾ അവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് നിൽക്കാടാ. സത്യം താലപ്പൊലിയൊക്കെ വേണമായിരുന്നു. വേണമായിരുന്നു, ചിങ്കാരി മേളം വേണമായിരുന്നു. ഞങ്ങൾ ഡാൻസ് കളിക്കുന്നു. ഡാൻസ് കളിക്കാം. ചെലവ് ആള് കൂടി നമ്മളെ സ്പോയിലറാണ്. അതാണ് അഖിലേഷ് ഓൺലൈൻ മീഡിയ. അതെ ഗൈസ്, ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെ അതെ, ട്വിസ്റ്റ് ഇല്ലാതെ ഓൾഡ് സ്കൂൾ ബോയ്സിന് അല്ലേ ഓഡിയൻസിന് നല്ല ട്വിസ്റ്റ് ഇഷ്ടമാണെന്ന് കേട്ടു. അതെ അതെ, വലിയൊരു ട്വിസ്റ്റാ. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കല്ല സർപ്രൈസ് വരുന്നത്, വരാൻ പോകുന്നത് അവർക്കാണ്, ബാക്കിയുള്ളവർക്കാണ് സർപ്രൈസ്. നിങ്ങൾക്ക് സർപ്രൈസ് ഇല്ല, സ്റ്റുഡിയോ റിവ്യൂല് മാത്രമേ ഉള്ളൂ സർപ്രൈസ്. അതാണ് നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള ഒരു സർപ്രൈസ്. നമ്മളിപ്പോ എല്ലായിടത്തും പറഞ്ഞു വെച്ചേക്കുന്ന ചന്തു സലീം എന്നാണ് പറഞ്ഞത്. ചന്തു സലീംകുമാർ വരുന്നു എന്ന് പറഞ്ഞ് ചന്തു സലീംകുമാറിന്റെ ഓഡിയോ ക്ലിപ്പ് വരെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ചിലവരെടുത്ത് ചന്തു സലീംകുമാർ വഴി നസ്ലിം അത് 3 പേരെടുത്ത്, അതിൽ ഏറ്റവും 3 പാവങ്ങളെടുത്താണ് അത് പറഞ്ഞു പറ്റിച്ചത്. സത്യത്തിൽ അവരെക്കാൾ വലിയൊരു സെലിബ്രിറ്റിയാണ് വരാൻ പോകുന്നത്. അത് കണ്ടാണ് അവര് ഞെട്ടാൻ പോണത്. ഇവര് ഈ സെലിബ്രിറ്റി നമ്മുടെ സ്റ്റുഡിയോ കാണാനോ ഉദ്ഘാടനത്തിനോ വരുമോ, നമ്മളെ ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ട് വരുമോ ഇന്ന് കാണുമ്പോൾ തന്നെ അവര് ഞെട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഞെട്ടും. അടാ, ഇത്രയും ഒരു ലെജൻഡ് വരാൻ എന്തായാലും. അപ്പോഴ് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ആ ലെജൻഡ് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ലെജൻഡ് നമ്മുടെ ബാക്കിൽ ഇരിപ്പുണ്ട്. നിങ്ങളൊന്ന് ഗസ് ചെയ്യും. ഒരു നമ്മളൊരു 5 സെക്കൻഡ് ആരാണെന്നൊന്ന് ഗസ് ചെയ്യും. കമന്റ് ഇട്ടോ. ഞാൻ എണ്ണ 5 സെക്കൻഡ് കഴിഞ്ഞ് കമന്റ് ഇട്ടാ കൂട്ടൂല്ലേ? അതെ അതെ, ഞാൻ എണ്ണട്ടാ. 1 2 3 4 5. ഓക്കെ, റിവീൽ ചെയ്താലോ? ഓക്കെ. ഇതാണ് നമ്മുടെ വലിയ ലെജൻഡ് വരാം. നാളെ നമ്മളെ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യാൻ. എങ്ങനെയാടാ, അവര് സർപ്രൈസ് ആവോ? നമ്മുടെ പയ്യന്മാരായോടൊന്നും പറയാൻ പറ്റില്ല, റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. വാവെന്ന് പറയോ? അതാ ഇതുവരെ ഉള്ള നമ്മളെ പ്ലാൻ ഒക്കെ കറക്റ്റ് ആണ്. നമുക്ക് ഒരു ടങ് സ്ലിപ്പോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം അവര് കൺവിൻസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. 1 മാസമായിട്ട് നമ്മളിത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴതിന്റെ ബാക്ക് സ്റ്റോറിയൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അപ്പോഴ് ഈ ഒരു സാധനവും അവര് ഞെട്ടും. കാരണം വിഘ്നേഷ് ഞെട്ടും. കാരണം വിഘ്നേഷിന്റെ ഒരു ചിന്ത ഇല്ല. കാരണം വിഘ്നേഷിനെ മറന്നിരിക്കുകയാണ്. മറന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്ന് ഇറങ്ങുമ്പോ അവരുടെ എക്സ്പ്രഷൻ അവരുടെ എന്താണ് അവരുടെ ഒരു ഇത് നിനക്കെന്താ തോന്നണ വിഘ്നേഷ്?
എനിക്ക് അറിഞ്ഞൂടെ നമ്മുടെ പയ്യന്മാര് ഞാനാകുമ്പോഴത്തേക്ക് അവന്മാര് റിയാക്ഷൻ എന്താണെന്ന് അറിയത്തില്ല. അവന് Negative reaction. വിഘ്നേഷിന് കുറച്ച് ടെൻഷൻ ഉണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ശിങ്കാരി മേളം എന്നൊക്കെ പറയണെങ്കിലും വിഘ്നേഷിന് ഇപ്പം വിഘ്നേഷ് വന്നു കഴിഞ്ഞാൽ അയ്യേ എന്നാണോ എന്ന് വിചാരിക്കുമോ എന്നൊരു പേടി. എന്തായാലും പറയും. അതെന്തായാലും പറയും. എനിക്കത് ആരെയും ഉറപ്പുണ്ട്. ഇത് ഇവന് വേണ്ടിയാണ് ഇത്രയും അറേഞ്ച്മെന്റ്സ്. പൈസ പോയി. നമ്മള് കൊറേ അറേഞ്ച്മെന്റ് അതിപ്പം ഒരു ടീമിന് നമ്മള് മറ്റേ ബൊക്കയും ഇതിനെല്ലാം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നന്ദു ബിയാറിന്റെ അടുത്ത് ബൊക്ക, പിന്നെന്തോന്ന് മാല, പിന്നെ പൂവ് എല്ലാം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറ്റുമെങ്കിൽ ഒരു ശിങ്കാരി മേളവും കൂടെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ശിങ്കാരി മേളവും കൂടെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നെ പിന്നെ വേറെ ആരും ഇല്ലാത്തോണ്ട് ഓൺലൈൻ മീഡിയക്കാരെ അറിയിച്ചിട്ടില്ല. പണ്ടുകാരികൾ പറയും ആ മണ്ട ഇവന് വേണ്ടിയാണോ നീ ഇതൊക്കെ വാങ്ങിച്ചത്? ഇതൊക്കെ പറയും. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്, എന്തായാലും സർപ്രൈസ് ഇല്ലേ നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് പ്രസന്റിലോട്ട് പോവാം. ഗൈസ് അങ്ങനെ നമ്മൾ അവന്മാരെ മാനേജ് നിർത്തിയിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞൂടെ എങ്ങനെ ഇരിക്കും നോക്കാം. വെയിറ്റ് ചെയ്യും. ഇപ്പോൾ വരും എക്സൈറ്റ്. ഞാൻ പറഞ്ഞാൽ എക്സൈറ്റ് എടുക്കും അവന്മാരെന്താവുമെന്ന്. ഗൈസ് അപ്പം സ്വീകരണ കമ്മിറ്റി റെഡിയാണ്. വിനുത ബൊക്കെ എപ്പോൾ കൊടുക്കണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ഞാൻ അതേപോലെ തന്നെ ഹാരം, ഈ ഫ്രഷ് ഹാരം ഞാൻ തൂക്കി വെച്ചേക്കാണ് ഇടുക. പിന്നെ ഇവര് പോപ്പേഴ്സ്, പൂവ്, ബാക്കപ്പ് പ്ലാൻ വരെ ഉണ്ട്. ആൾക്കാരൊക്കെ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതെ, ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കണം നമ്മൾ ആരെയോ വിളിച്ചിറക്കി കൊണ്ട് വരികയാണ്. അവരെ സ്വീകരിക്കാനുള്ള ജസ്റ്റിനെ സ്വീകരിക്കാൻ ഹാരം ഒരുക്കിയത് നമ്മളുടെ ബിയാറാണ്. പക്ഷെ പൂ മറന്നു വേണ്ട അങ്ങോട്ട് വരണ്ട, ഇറങ്ങിട്ട് വന്നാ മതി. എടാ വന്നു മിണ്ടായി ഫോക്കസ് ഈ സൈഡ് ഇവിടെ എത്താം. ഗൈസ് ഇത് ഫ്ലോപ്പ് ആവരുത്. കണ്ടാ അത് നിന്നോടാ പറയാനുള്ള. നിനക്ക് എല്ലാരും കറക്റ്റ് സമയത്ത് പൊട്ടണേ. എല്ലാരും അങ്ങോട്ടൊന്നും ടെൻഷൻ ഭാഗ്യം അവന് കാണാൻ പറ്റില്ല. കണ്ട, നിങ്ങൾക്ക് ഇപ്പൊ ഗസ്റ്റിനെ മനസ്സിലായില്ലല്ലോ. അതാണ് പോലും മനസ്സിലായി. അരുണ് ചെല്ല്. ബാക്കിലോട്ടാക്കും. റിവേഴ്സ് ഉണ്ട്. അരുൺ ടെൻഷൻ ആണെന്ന് തോന്നുന്നു. വണ്ടി ഇപ്പൊ റിവേഴ്സ് എടുക്കുകയാണ്. നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അരുൺ പോവുകയാണ്. അരുൺ എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട് ഉടനെ തിരിച്ചെടുത്ത് പോകാനാണ് പറയണേന്ന് തോന്നുന്നു. ഇല്ല അരുൺ യെസ്, ഇതാ നിങ്ങൾ കാത്തിരുന്ന നിമിഷം. ചെല്ലടാ അഖിൽദാസേ. ഇത് അഖിൽദാസ് പോവുകയാണ്. മുഖം കാണിക്കുന്നില്ല. ഞാനും വിചാരിച്ചത് യവനായിരിക്കും നമ്മളുടെ ഇല്ലായിരുന്നടാ. ഞാനും വിചാരിച്ചത് ഇല്ല, എനിക്ക് കണ്ട് മനസ്സിലായില്ല. ഞാനും അറിഞ്ഞില്ലടാ. സർപ്രൈസ് അത് പൊളിച്ചു. എടാ നമ്മള് നമ്മള് നസ്ലിനൊന്നും നിനക്കറിയായിരുന്നാ? എടാ യവനാണെന്ന് പറഞ്ഞ ഇത്ര അറേഞ്ച്മെന്റ് എടുത്താൽ ഞാൻ സമ്മതിക്കൂ? ഇത് ഇവന് വേണ്ടിയാണ് ഇത്രയും അറേഞ്ച്മെന്റ്സ്. പൈസ പോയി. ഇന്നലെ രാത്രി എവന്റെ വീട്ടിന്റെ അപ്പുറം ഇവിടെ ശരിയാണ്ട. നീ ഉണങ്ങിയടാ, നീ മെലിഞ്ഞ കേട്ടോ.
മെലിഞ്ഞു എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു പാവ തടിയൊക്കെ കൂട്ടിക്കാണ് സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോ നമ്മള് നമ്മള് ചന്തു എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ചന്തു വരൂലേ? ചന്തുവിനൊക്കെ കൊച്ചിയിൽ ഷൂട്ടുണ്ട്. ഫ്ലൈറ്റ് ഡിലേ. എല്ലാവരും ഒരു ഫോട്ടോ എടുക്കും. വേണ്ട, ഇതേ അധിക ചെലവ്. ചെണ്ടമേളം കൂടെ വെച്ചിരുന്നെങ്കിൽ എനിക്ക് അറ്റാക്ക് ഈ പൈസ ചെലവാക്കിയാല് ആൾക്കാര് കൂടി. അപ്പൊ നീ എവിടെ ആദ്യം ഇവിടെ വന്നതിനുള്ള ചീത്ത വെക്കും. ഇപ്പൊ കൊച്ചിനെ കാണാനും പോയില്ല. ഓ സ്റ്റുഡിയോ റിവീലേഷൻ ഇവനെ അകത്തിരുത്തിയിട്ട് അങ്ങനെ വന്നാൽ മതി. അവൻ വരും. അഖിലേഷ്, എടാ അഖിലേഷേ ഒരു ക്ലയന്റിനെ കൊണ്ടാണ് പറഞ്ഞത് സിനിമയുടെ കാണിക്കാൻ. ഇനി വരുന്നവരെയൊക്കെ സർപ്രൈസ് ക്ലയന്റ് പോയി കിട്ടിയോ? സർപ്രൈസ് കഴിഞ്ഞു. ദാസന്റെ അതിഭീകരമായ കോണ്ടാക്ട് മനസ്സിലായി. ഇതിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെട്ട ഇവനാണ്. ഇന്നലെ പറഞ്ഞ് എല്ലാം സെറ്റ് അല്ലേ, ഓൾ സെറ്റ്. അപ്പോഴും പറഞ്ഞു ഐ എം സോ ഹാപ്പി. ഇംഗ്ലീഷ് I am so happy for this day. പൊളി കളിയാണ്. ചങ്ക് തകർന്ന് വന്നവനാണ്. വേറെ സിനിമാടന്മാരൊക്കെ പറഞ്ഞു, നസ്ലിൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ നസ്ലിൻ എന്നാണ് പറഞ്ഞത്. ഞാനും പറഞ്ഞടാ, ഞാനും പറഞ്ഞു. അവര് ഞെട്ടിട്ട് ഇത് ചന്തു വരുന്നു. അപ്പം ചന്തു വരുമെന്നും പറഞ്ഞ് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടോ? എന്നാ ഞാൻ മെസ്സേജ് അയച്ചില്ല ചന്തുവിന്. അയച്ചിരുന്നെങ്കിൽ നീ മൂഞ്ച അയച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? ലൂപ്പ് ഹോൾ എല്ലാം അടച്ചിട്ടാണ്. ആദ്യം പറഞ്ഞു രാവിലെ ചന്തുവിന്റെ വോയിസ് ക്ലിപ്പ് പിന്നെ ഇവിടെ നിന്ന് കിട്ടിയത് നിങ്ങൾക്ക് അയച്ചെന്നില്ലേ? ശരി നിനക്ക് വല്ല പടത്തിന് സ്ക്രിപ്റ്റ് എഴുതി കൂടി ഇങ്ങനെയൊക്കെ നാട്ടുകാരെ ഭരിക്കും. നല്ല ടിസ്റ്റായിരുന്നു. പിന്നെ മറ്റേ ആരം വെച്ചിട്ട് പിന്നെ ശ്രീകാന്ത് ഞെട്ടി തകർന്നു. അതുപോലെ ഞെട്ടാത്ത ദാസനും അരുണും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാരും ഞെട്ടി തളർന്നു. ഇത് ബംഗാളി നടമ്പല്ലതാണ്. മനസ്സിലായില്ലെന്ന് പറഞ്ഞ നാണക്കേടാണ്. അല്ല പക്ഷെ നമ്മുടെ ബോഡി ഇവര് നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തു. അത് സൂപ്പറാണ്. നമുക്കൊരു അത് അടിപൊളി. അത് പറയാതിരിക്കാൻ രണ്ട് ക്യാമറമാനൊക്കെ കൊണ്ടുവന്ന് രാവിലെ പൂവില്ലെന്ന് പറഞ്ഞൂടെ അല്ല, ഷോയ്ക്ക് യവന്മാരും കുറവില്ലായിരുന്നു. വെള്ളം കലക്കി വെച്ചില്ല ഗസ്റ്റ് എന്ന് പറഞ്ഞു യവ ഒരു അംഗഷോ യവനും അവനും കൂടി അറിഞ്ഞുകൂടാ ബേസിക് സാധനം. അത് പറയാതെ രാവിലെ തുടങ്ങിയ മോപ്പോ ഒക്കെ ആണെന്ന് ഒരുത്തനുണ്ട് കേട്ടോ. വെള്ളം ഒരു മോപ്പോ വാങ്ങിച്ചത് കാണാനും ഇല്ലല്ലോ എവിടെ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് അത് തുണിയൊക്കെ എടുത്ത് ഒരേ തൊട. അതാണ് ഞാൻ സൈഡിലുണ്ട്. അവിടെ ഇനി വേണമെങ്കിൽ സ്റ്റുഡിയോ ടൂർ കൊടുക്കാം. ഇനാഗുറേഷൻ ചെയ്യണ്ടേ? ഇനാഗുറേഷൻ ഇനോഗ്രേഷൻ ചെയ്യണം. എടാ അവര് ഇനോഗ്രേഷനും കാത്തിരിക്കുകയാണ്, സ്റ്റുഡിയോ റിവീലേഷനും കാത്തിരിക്കുകയാണ്. അത് നമ്മൾ മറന്നുപോയി. അതെ, നമ്മുടെ സ്റ്റുഡിയോക്ക് സത്യം പറഞ്ഞ ആക്ച്വലി പോഡ്കാസ്റ്റ് തുടങ്ങാൻ വിഘ്നേഷ് അല്ലെ, വിടവാങ്ങൽ വീഡിയോയിൽ തന്നെ വിഘ്നേഷ് പറഞ്ഞു, അവന്റെ ആഗ്രഹം പറഞ്ഞു. ഓൾഡ് സ്കൂൾ ബോയ്സ് പോഡ്കാസ്റ്റ് തുടങ്ങുന്നത് വലിയ ആഗ്രഹമുണ്ട്. അത് തുടങ്ങാത്തൊരു വിഷമമുണ്ട്. അപ്പൊ നമുക്ക് വിഘ്നേഷിന് സ്റ്റുഡിയോ ടൂർ ആദ്യം വീട് കാണിച്ചു കൊടുക്കാം, പിന്നെ ആദ്യം ഉദ്ഘാടനം. ആദ്യം ഉദ്ഘാടനം. ഉദ്ഘാടിക്കാൻ പോകും. അപ്പൊ ഗൈസ് നമുക്ക് വിഘ്നേഷിന് ആദ്യം നമ്മളെ വീടൊന്ന് കാണിച്ചു കൊടുക്കാം. വീട് കണ്ടോ, ഇതാണ് വീട്. കൊല്ലം നല്ല വീട്. ഇത് വേണമെങ്കിൽ കണ്ടിട്ടില്ല. ഇവൻ പോയതിനു ശേഷം വച്ചടി കയറി വച്ചടി കയറ്റായിരുന്നു. ഒന്നും പറയാം.
10,000 കയറി 2 വർഷമല്ലേ അപ്പൊ ഗൈസ് നിങ്ങളെല്ലാരും കാത്തിരുന്ന നമ്മുടെ സ്റ്റുഡിയോ റിവീലേഷൻ ഇവിടെ നടക്കാൻ പോവുകയാണ്. അതെ, ആ moment അത് നടക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മള് ഇതില് സർപ്രൈസ് ഇല്ലല്ലോ. ഹാഷിം കണ്ടില്ല, വിഘ്നേഷ് കണ്ടില്ല. നമുക്ക് സർപ്രൈസ്. CK ഒക്കെ കണ്ടോ? ഓഡിയൻസ് കണ്ടിട്ടില്ല. നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ഓഡിയൻസ് കണ്ടിട്ടില്ല. അതാ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് എന്തായാലും ഉദ്ഘാടനത്തിലേക്ക് പോവാം അല്ലേ? അതെ, കറക്റ്റ്. വിഘ്നേഷ് വാ എല്ലാവരും കൂടെ വിളിക്കാം. വാ. ആദ്യം തിരിഞ്ഞ് അകത്തോട്ട് കയറട്ടെ, സർപ്രൈസ് അല്ലേ. തിരിഞ്ഞോ. തിരിഞ്ഞോ. ഓക്കേ, നീ വാ. എല്ലാരും കൂടെ പിടിച്ച്. നിന്റെ കൈ പിടിച്ചിട്ടുണ്ട്. എടാ അരുണേ വാ. നിന്റെ കൈ കയറി. ഇനി സർപ്രൈസ് ആണ്. എങ്ങനെയുണ്ട്? ഗൈസ് ഓഡിയൻസ് എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ സെറ്റപ്പ്? കൊള്ളാം. അടിപൊളിയല്ലേ? സെറ്റ്. കോഫി ഗസ്റ്റിന്റെ അവിടെ ഇരിക്കണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇനി നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ ഒരു ടൂർ തരാം. ഇവിടെ ഉള്ള ഏറ്റവും എക്സ്പെൻസീവും ഏറ്റവും കൂടുതൽ സമയം എടുത്തതും നമ്മൾ കസ്റ്റമൈസ് ചെയ്തതും അല്ലേ? ഇതിന് നമ്മൾ കുറെ സമയം എടുത്തത്. നമ്മളിത് 1-2 ദിവസം ബബുഷ്ക എന്നുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ എടുത്തല്ലേ. നമ്മളുടെ ഒരു മ്യൂച്വൽ ഫണ്ട് വഴിയാണ് പോയത്. ഡീറ്റെയിൽസ് നമുക്ക് പോഡ്കാസ്റ്റ് അതെ, കൂടുതൽ പറയാം. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. അതെ, നമ്മൾ ഒരു ഐഡിയ കൊടുത്തു. നമ്മൾ ഈ സാധനമൊക്കെ ഉണ്ട്, ഇതൊക്കെ ഭയങ്കര പാടാണ് ചെയ്യാനൊക്കെ. ഈ സാധനം പിന്നെ ഈ ഒരു യു ഷേപ്പ്, ഒരു ഷേപ്പ് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ, ഈ മെറ്റീരിയല് കേരള പോഡ്കാസ്റ്റ് ഇൻഡസ്ട്രി തന്നെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഇപ്പൊ AI വന്നില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ് ഇത്. അത് നല്ല വില കൊടുത്ത്. അല്ല, നമ്മളിതിന് വിലയൊന്നും നോക്കിയിട്ടില്ല. നല്ല അവര് നല്ല നല്ല കുറച്ചെടുത്ത് തന്നതെങ്കിലും അത്യാവശ്യം വിലയുള്ള ഒരു സാധനമാണ്. പിന്നെ നമ്മൾ ഇപ്പം തന്നെ പോയി കസ്റ്റമൈസ് ചെയ്ത് എടുത്ത ഒരു ടേബിൾ. അതെ, പിന്നെ നിങ്ങൾ താഴെ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഈവൻ കിട്ടിയില്ലെങ്കിലും നമ്മൾ അതിൽ പോലും നോക്കിയിട്ടില്ലല്ലേ വില. ഇത് ഈജിപ്തിൽ അതെ, ഈ റഗ് ഇത് ഈജിപ്തിൽ നിന്ന് എത്ര ലോകത്ത് 15 ലോകത്തുള്ളൂ. മൊത്തം 15 ഉണ്ട്. അതിൽ 1 ഇവിടെയാണ് കിട്ടിയത്. അതെ. പിന്നെ മഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കളർ കോഡുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന മഗ്ഗാണ് ഇത്. കസ്റ്റമൈസ് ചെയ്തതല്ല, പക്ഷെ അത്യാവശ്യം പ്രീമിയം സാധനമാണ്. പക്ഷേ ഇനിയും ഇതിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഇതൊരു ഫസ്റ്റ് ലുക്കാണ്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സാധനങ്ങളും കൂടെ വെക്കാം. ഇനി ഒരു 30% ഇനിയും ഉണ്ട്. പിന്നെ നമ്മളെ കട്ടൻ നമ്മൾ പോയി പണിതെടുത്തതാണ്. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. പിന്നെ ലൈറ്റിംഗ് എത്രത്തോളം നമുക്ക് കാണാവുന്നതില്ല, പക്ഷെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ലുക്കിൽ. ഈ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വ്ളോഗിൽ കൂടെ കാണുമ്പോൾ അത്ര കിടിലായിട്ട് തോന്നുന്നില്ല. പോഡ്കാസ്റ്റിൽ സൂപ്പർ. അതിന്റെ ഒരു പോഡ്കാസ്റ്റിന്റെ ഒരു സാമ്പിൾ നമുക്ക് ഇതിന്റെ അവസാനം, ഈ വ്ളോഗിന്റെ അവസാനം എവനുമായിട്ടുള്ള പോഡ്കാസ്റ്റ്, വിഘ്നേഷുമായിട്ടുള്ള ചൂടപ്പം പോഡ്കാസ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ലാത്വിയയിലെ കഥകൾ അത് പറയുന്നില്ല, അത് അതിൽ പറയാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ സെറ്റപ്പ്. നിങ്ങൾ കാണുന്ന ഒരു സാമ്പിൾ ആണ്. നിങ്ങൾ നേരത്തെ കണ്ട വ്ളോഗിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും ഇത് നമ്മൾ വിശ്വസിക്കുന്നു. അത് കാര്യം ഇതിന്റെ ലൈറ്റിംഗിന്റെ ഒരു പ്രത്യേകതയാണ്. വ്ളോഗിൽ കണ്ട കുറച്ച് റോ ഫുട്ടേജ് ആണ് ഇത്. പക്ഷേ നമ്മൾ പോഡ്കാസ്റ്റ് സെറ്റപ്പിൽ നമുക്കും കൂടെ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നമ്മൾ ഇനി വീഡിയോ വരണ അനുസരിച്ചിട്ട് എന്തെങ്കിലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അപ്ഗ്രേഡ് നമ്മൾ ഇനിയും വരുന്നത്. ഓരോ വീഡിയോ കഴിയുമ്പോ ഓരോ ഫീഡ്ബാക്കുകൾ വരും. അങ്ങനെ നമ്മൾ ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ച് 1 മാസം നമ്മൾ സെറ്റ് ചെയ്യും. ഫുൾ സെറ്റ് ആണ്. അല്ല, നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നതിൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആയി എന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ ഡിസപ്പോയിന്റ്മെന്റ് മാറി കാണും. ഗസ്റ്റ് വിഘ്നേഷിന്റെ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റം വന്ന 1/2 മണിക്കൂറിനകത്തേ ഞാൻ പറഞ്ഞു, എന്തിനാ ആ റഗ് ഇത്ര മാത്രമേ ഉള്ളൂ, തറയൊക്കെ തറയിൽ ചൈനല്ലേ ഇത്.
മാറ്റമില്ല, പഴയ പോലെ തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം സെറ്റപ്പ് ഒക്കെ? സെറ്റപ്പ് കൊള്ളാം. പിന്നെ നിങ്ങൾ പണി ചെയ്തോണ്ടെങ്കിലേ ഉള്ളൂ. കംപ്ലീറ്റ് ആയി വരുമ്പോ അടിപൊളിയായിരിക്കും. കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. അതേ ഘട്ടമുള്ള തുണിയൊക്കെ അഴിച്ചു മാറ്റിയില്ലല്ലോ, അതെല്ലാം മാറ്റണ്ടേ? ഇതാരാ ഐഡിയ ആയിരുന്നു ഇപ്പഴേ മാറ്റി? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ നീ ഇപ്പൊ ഒരു വിഷ്വൽ കാണൂലേ, അത് നീ അതിന്റെ വേറൊരു ആംഗിളിൽ നോക്കി അത് വേറൊരു ലുക്ക് ആയിരിക്കും അവിടെ ചാവേറ് കണ്ടോ. നമുക്കിത് ആ ഒരു വിഷ്വലാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിന് നമുക്ക് ഇനി മോഡിഫിക്കേഷൻ മേക്ക് ബിലീഫ് ആണ്. ഇതാണ് സ്റ്റുഡിയോ സത്യം പറഞ്ഞത്. നീ വിചാരിക്കുമ്പോൾ കാണുമ്പോ വേറെ സാധനമാണോ നീ കാണുമ്പോ കണ്ണ് ഇതിലാണോ ഞാൻ ഇരുന്നേന്ന് ആവാനായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ആ ആംഗിളും ലൈറ്റിംഗിലും ആണ് ഈ സാധനം മാറുന്നത്. ലൈറ്റിങ് പിന്നെ കുറച്ചും കൂടെ വേണമല്ലോ. വന്നിരിക്കുന്ന ഗസ്റ്റിന് നമുക്ക് പിന്നീട് സംസാരിച്ചാൽ വിഷയം മാറ്റി. പക്ഷെ എന്തായാലും നമ്മൾ എന്തായാലും ഈ ഒരു ഗസ്റ്റില് നമ്മൾ ഭയങ്കരമായിട്ട് സർപ്രൈസ് പറയാതിരിക്കാം. പ്രത്യേകിച്ച് ഇവനും അവനും നല്ലോണം കൂടെ നിന്ന് കാര്യം കൂടി ബാക്കിയുള്ളവരെ പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു. കണ്ണ് നിറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞിരിക്കുന്ന ചന്തു സലീംകുമാർ വന്നിരിക്കുകയാണ്, വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ശ്രീകാന്ത് വിനു ഉല്ലാസിന്റെ അടുത്ത് പറഞ്ഞിരിക്കണം. ഇവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ചന്തുവിന്റെ ഒരു ഓഡിയോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് ഇവര് വീണു പോയത്. അതെ, കേൾപ്പിച്ചു തരാം. ബ്രോ, അതെ ഞാനൊരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും 11 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്താം. ഓക്കെ, 25th ഞാൻ തലേദിവസം വരും. പക്ഷെ 24th എനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് അവിടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓക്കെ. അല്ല, ആക്ടർ, നാച്ചുറൽ ആക്ടർ. ആ മോഡുലേഷൻ ഇങ്ങനെ ആലോചിക്കുന്നു. എല്ലാം സ്പെഷ്യൽ ക്രെഡിറ്റ്സ് കൊടുക്കണം. അതെ അതെ, താങ്ക് യു ചന്തു. താങ്ക് യു. അല്ല, മോഡുലേഷനിലേക്ക് വീണു. എല്ലാത്തിനും പുള്ളിയും കോപ്പറേറ്റ് ചെയ്തു. ഇവന്മാര് വിളിച്ച് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചാലും എടുക്കലെന്ന് പറഞ്ഞു. എടാ, അപ്പൊ നിങ്ങൾ ഈ പ്ലാനിങ്ങിലോട്ട് എങ്ങനെ എത്തി? വിഘ്നേഷിന്റെ ഇനാഗുറേഷൻ വിഘ്നേഷ് ആദ്യം എന്നെ വിളിച്ചപ്പോഴ് പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, നാട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോഴ് വീഡിയോയ്ക്ക് വേണ്ടി സർപ്രൈസ് ഉണ്ടല്ലോ, വീഡിയോ സാധാരണ കാണാറുണ്ടല്ലോ, സർപ്രൈസ് പുറത്തുനിന്ന് പറഞ്ഞു സർപ്രൈസ്. അതേപോലത്തെ ഒരു സർപ്രൈസ് OSPക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞു. OSPക്ക് വേണ്ടി അവൻ പ്രത്യേകം പറഞ്ഞു. എന്നെയാണ് സർപ്രൈസ് തരണമെന്ന് ഇല്ലായിരുന്നു. അവനും കൂടെ പരിപാടി നടക്കും. അപ്പോഴ് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇവന് ഇനോഗ്രേഷന് വരണം, സ്റ്റുഡിയോ റിവീലേഷൻ അതൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഞാൻ അതിന്റെ ഇതിൽ പ്ലാൻ ചെയ്തതാണ്. ആ സമയം ഒത്ത് വന്നപ്പോ സെറ്റ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ നീ ഓക്കെ പറഞ്ഞിടാം. ഓക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോ എനിക്ക് എന്റെ ഐഡിയ ഫീഡ്ബാക്ക് ഒരാളും കൂടെ ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോ ഞാൻ പറഞ്ഞ മാത്രമായി പോകില്ല. അതുകൊണ്ട് അരുണിന്റെ അടുത്തും കൂടെ അഭിപ്രായം ആദ്യമേ അറിയാന്നുള്ള അരുണിനും അറിയാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അരുണിന്റെ അടുത്ത് പറഞ്ഞു. അതിനുമ്പ് ഒരു പ്രൈമറി ഇതായിട്ട് ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അരുൺ വന്നിട്ടപ്പോഴാണ് ബാക്കി എല്ലാം ഓർഡറിൽ കൊണ്ടുവന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ അറിയായിരുന്നു നമ്മളെ കൊണ്ട് വേറെ സെലിബ്രിറ്റിയെ കൊണ്ടുവരാൻ പറ്റാത്തോണ്ടാണോ അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ ശ്രീകാന്തിനും വിനുവിനും ഒരു വിഘ്നേഷിനെ കണ്ടപ്പോ ഭയങ്കര ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടായി. അതിനുശേഷം ശ്രീകാന്ത് രാവിലെ എന്റെ മൂക്കിലാണ് ഞാൻ വരൂ. ആര് പറഞ്ഞു? അല്ല, വിജയൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പൊ പറ്റിക്കപ്പെടും. ഞാനും അങ്ങനെ ആയിരുന്നു. യവന്മാരെ പറ്റിക്കുന്ന ഇതെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ എല്ലാവരും എക്സ്പ്രഷൻ നോക്കുമ്പോഴത്തേക്കും ഒരാൾ മാത്രം ഡിപ്രഷനിലോട്ട് പറയുന്നത് ഞാൻ കണ്ണാടി കൂടെ കിൻഡർ ക്ലാസ് അല്ലേ, അപ്പൊ എനിക്ക് എല്ലാവരും കാണാം. യവൻ ചോദിക്കുന്നുണ്ട് ആരാണാവോ എന്തോ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോഴാണ് വണ്ടി മുന്നോട്ട് പോയത്. എന്നിട്ട് പിന്നെ വീണ്ടും റിവേഴ്സ് എടുത്ത് പൊസിഷൻ ചെയ്തത്. യവ ഭയങ്കര സന്തോഷത്തിൽ പോണു. ഞാൻ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും ആങ്സൈറ്റി നിൽക്കുന്നത് യവ ഭയങ്കര സന്തോഷം. യവന് സന്തോഷം. ഇത് യവ മറ്റേ പോപ്പർ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വണ്ടി അവിടെ തുടങ്ങി ഇവ കുട വെച്ച് മറിച്ചിട്ടുണ്ട്. കുട മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും യവ ഇങ്ങനെ കുറച്ച് പുറകോട്ടായിട്ട് ഇങ്ങനെ യവന്മാരെല്ലാം സന്തോഷിച്ച് തുള്ളിച്ചാടി കെട്ടിപ്പിടിക്കുമ്പോൾ
സംഭവം പറ. എനിക്ക് മനസ്സിലായില്ല. എന്തായാലും മനസ്സിലായില്ല. വിഘ്നേഷാണെന്ന് മനസ്സിലായില്ല. തെലുങ്കിന് നടനാണെന്ന്. എടാ നന്ദു മോഹന്റെ അടുത്ത് പറഞ്ഞിരിക്കണം നസ്ലിൻ എന്നാണ് പറഞ്ഞത്. അത് വിറ്റാണ്. ഒരു ലൈവ് ഒരു ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയും നസ്ലിനാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പം വിനു ഒക്കെ പറ്റിക്കപ്പെട്ടു മണ്ടൻ. എന്നിട്ട് ഹാഷിമിന്റെ അടുത്ത് നസ്ലിനാണെന്ന് പറഞ്ഞപ്പോ ഹാഷിമിൻ നസ്ലിൻ അവന് നസ്ലിന്റെ ആ ഒരു സ്റ്റാർട്ട് അറിഞ്ഞൂടാ. ഹാഷിമിന്റെ അടുത്ത് പറഞ്ഞപ്പോഴേ അതിന്റെ കൂടെ വെറുതെ അഖിലേഷ് ഇരിക്കൊണ്ടായിരുന്നു. അഖിലേഷ് പറ്റിക്കപ്പെട്ടു. ഒരു ഫ്രീ. പക്ഷെ നമ്മളെ യവന്മാരെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഉള്ളതിൽ ഏറ്റവും നല്ല രീതിയിൽ തേഞ്ഞത് സംഭവം ദാസ് ഇതിനെക്കാളും ഗ്രാൻഡ് ആയിട്ടാണ് പ്ലാൻ ചെയ്തത്. ശിങ്കാരി മേളം പുറത്തുനിന്ന് ആള് വരും. വേണ്ടെന്ന് പറഞ്ഞല്ലോ ശിങ്കാരി. ഞാൻ പറഞ്ഞു ഞാൻ ഫ്ലൈറ്റിൽ ആൾക്കാരൊക്കെ കൂടി വേണ്ട നസ്ലിം പറഞ്ഞിട്ടുണ്ടെന്നാണ് വിനിന്റെ അടുത്ത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. അഖിലേഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇത് നന്ദുവിയാർ എങ്ങനെ ഉണ്ടായിരുന്നു അത് പറയാം. ഇന്നലെ പോയിട്ട് അവന്റെ സ്ഥിരം പച്ചക്കുരുമുളകിൽ പോയിട്ട് അവൻ പറഞ്ഞു കണവണൊന്നും ഉണ്ടാക്കരുത്. അരി അവൻ പോയി എടുത്തു കൊടുത്തു. റോസ് അരി അവൻ ഇന്നലെ വാങ്ങിക്കുന്നു. ചേട്ടാ കൂടിയ കൈമ എടുക്കണം. സിനിമാ നടനാണ് വരുന്നത്. കൂടിയ കൈമ പുള്ളി ഫുഡ് കൊണ്ടോണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാ പുള്ളി ഇറങ്ങിയ. ആരാ വന്നത്? ഏത് സെലിബ്രിറ്റിയാ? ഞാൻ കേൾക്കും. അല്ല ആര് പറ ചുമ്മാ എന്നെ പറ്റിച്ചേട്ടോ. ഏറ്റവും വിഷമം ഫുഡ് ഇത്രയും ഗ്രാൻഡ് ആക്കിയിട്ട് സെലിബ്രിറ്റി. അല്ല എന്റെ സംഭവം എന്ന് പറയുന്നത് ആദ്യം ദാസൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ചന്തു സലികുമാർ വരുന്നുണ്ട്, ഓക്കെ നീ വേറെ എവിടെയും പറയലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യം ഡൗട്ടാണ് ആദ്യം. അപ്പൊ ഞാൻ ആദ്യം ഇട്ട് നോക്കാനായിട്ട് അരുണിനെ വിളിച്ച്. അപ്പൊ മൊന്നാറ്റി നമുക്ക് ബൊക്കേ കാരണം. അപ്പം ഓക്കെ അത് കഴിഞ്ഞ് ഈ ബൊക്കേരെ ഇതിന്റെ സംസാരമില്ല. ഞാൻ വിചാരിച്ചു ഇത് നമ്മളായിരിക്കും ആസ് യൂഷ്വൽ അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു കൺഫേം ചെയ്ത് ആയിരിക്കൂല. അന്ന് രാത്രി വിളിക്കണം, എടാ നീ ബൊക്കേരെ സെറ്റ് ആക്കണ്ടെന്ന് വെച്ചാൽ രണ്ടും കൂടെയാണ് വിളിക്കണം. ഓക്കെ എന്നിട്ട് എന്നോട് അങ്ങ് തുടങ്ങിയാണ് ഇത് മറ്റത് മറിച്ചത് കുറെ ഇങ്ങനെ പൂവിന്റെ ഇത് വേണം, ഈ കട്ടി വേണം, കനം വേണം. അപ്പൊ ഞാൻ വിശ്വസിച്ചു. പിന്നെ ഹൈറ്റിന് കുറച്ച് നീളത്തിൽ ചെയ്യണം. ഞാൻ അന്ന് രാത്രി അങ്ങേരെ വിളിച്ച് ആ രാത്രി വിളിച്ചിട്ട് ചേട്ടാ എടുത്ത സംഭവം ഇത്. എന്നിട്ട് ഇവന്റെ കൂടെ ഉള്ളപ്പോഴേ ഞാൻ അടുത്ത് പറഞ്ഞു നീ വേണമെങ്കിൽ വിഘ്നേഷിന്റെ നമ്പർ മാറ്റി വേറെ ഇടും, പേര് ചേഞ്ച് ചെയ്തിട്ട് അസിസ്റ്റന്റ് അങ്ങനെ വല്ല ആക്കി. അവൻ ഇത്തിരി കുരുട്ട് ബുദ്ധിയാണ്. ഞാൻ എന്നിട്ട് പിറ്റേന്ന് ഒന്നും കൂടെ അരുണെ വിളിക്കണേ, എടാ അരുണെ ഞാൻ 100 പേരെ ഹാരവും ഇതാണ് പറഞ്ഞു. അപ്പൊ ഇവ അതിനും വേണ്ടില്ല. എടാ അത് നീ എന്തിനു കാണിക്കണത്, കുറവല്ലേ? സാധാരണ അരുണാണെങ്കിൽ ചിലപ്പോൾ അതിന് വരും. എടാ എന്ത് നീ കുറച്ച് കൂടി പറ. ഞാൻ പോയി അപ്പൊ കൺഫേം ആക്കി. കല്യാണക്കാരോട് കൊണ്ടുവന്നു ചന്തുവിനോട് അല്ല കുറച്ച് കനം കൂട്ടി. എടാ അവസാന നിമിഷം ഇത്രയും എടുത്തില്ലേ. പക്ഷെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് പാളി പോവൂ. ആദ്യമേ വിഘ്നേഷ് എന്ന് അറിയൂ എന്ന് വെച്ചാൽ കാറിൽ വരുമ്പോഴേ അറിയൂ. ഇന്നലെ ഹോട്ടലിൽ പറഞ്ഞ കാര്യം പറഞ്ഞായിരുന്നു. അത് നമ്മൾ ശ്രദ്ധിച്ചത് ഈ കൊട ഇങ്ങനെ ഇവന്റെ മോൻ മാറ്റാതെ വെച്ചേക്കണം. വീഡിയോക്ക് വേണ്ടി ആയിരിക്കും പെട്ടെന്ന് എവരെ ഒന്ന് സർപ്രൈസ്. ഞാൻ അങ്ങനെ വിചാരിച്ചാ സർപ്രൈസ് ആയിരിക്കും. ഞാൻ പറഞ്ഞു കൊട വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കൊടയൊക്കെ ഓവർ അല്ലേ? വന്നിറങ്ങിയപ്പോഴേ ഞാൻ മോൻ കാണല്ലോ, മോൻ മറിച്ച് വെക്കില്ലേ. അപ്പൊ താഴെന്നുള്ള ഇത് കണ്ടപ്പോഴേ മനസ്സിലായി നസ്ലിനല്ലെന്ന് ഉറപ്പിച്ച് ചന്തു സലികുമാറും അല്ല, അപ്പൊ ഇത് വേറെ ആരോ ആണല്ലോ. എന്നിട്ട് ഇവന്റെ മുഖം കണ്ട് 2 സെക്കൻഡ് വരെ ഞാൻ ഭയങ്കര ലുക്കായിരുന്നു. പിന്നെ അതിന് മുന്നേ യവമാര് ഇങ്ങനെ ചന്തു പറഞ്ഞതിന് മുന്നേ വെള്ളം കലക്കിയോ, വെള്ളം കളിക്കും, എന്തോ പരിപാടി ഗസ്റ്റ് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞ ഫ്രണ്ടിൽ ഇവിടെ അത്രയും ഒരു പൊടി ഉടനെ ശ്രീകാന്ത്
ഇവിടെ നമ്മളിവിടെ ഒരു മോപ്പ് വാങ്ങിച്ചത് എവിടെയാണെന്ന് പറഞ്ഞാൽ അടുക്കള സ്വത്ത് അടിച്ചു ഇറക്കിയിട്ട് ലാസ്റ്റ് തറ ഈ തുണി ഇതെടുത്ത് അവളെ ഒരേ തുടപ്പ് അടച്ചവരാണ് ഇപ്പൊ എന്നും പറയണത്. പിന്നെ വേറൊരു ടെൻഷൻ, ഫ്ലൈറ്റ് ഡിലേ ആയിപ്പോയി. അതാണ് ഒരു ട്വിസ്റ്റ് പറ്റിയത്. അതും കൂടെ ആയപ്പോ കൂടുതൽ വിശ്വസനീയമായി. വേറൊരു കാര്യം പറയട്ടാ, എടാ ദാസ ഇന്നലെ രാവിലെ എന്നല്ലേ പറഞ്ഞിരുന്നു, എന്നിട്ട് നീ വിളിച്ച് പറഞ്ഞില്ലേ വരൂല എന്നൊക്കെ. അപ്പോഴേ എന്റെ മനസ്സിൽ മിക്കവാറും ഇവരെ തേക്ക് നാളെ ഉറപ്പന്നെ. ഞാൻ വീട്ടില് അവളുടെ അടുത്ത് പറഞ്ഞു മിക്കവാറും അവന്മാര് തേയെന്നാണ് തോന്നുന്നത് കേട്ടോ. അവൻ ഒരു ഡേറ്റ് മാറ്റി, ഇനി നാളെ വരുമോ ഇല്ലയെന്ന് ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ വിചാരിച്ചത്. നമ്മള് ടൈറ്റിൽ മാറ്റാന്ന് വിചാരിച്ചു, ചതിക്കുന്ന ചന്തു. എന്നിട്ട് ഞാൻ രാവിലെ വന്നിട്ട് അവനോട് ചോദിച്ചു, എടാ 1 മണിക്കൂറൊക്കെ പുള്ളി നിക്കുമായിരിക്കും. എടാ ഇവിടെ ചന്ദ്രന്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം വരെ പഠിച്ചു വെച്ചാണോ ഇന്റർവ്യൂ നടന്നത്. അതാ ഇത് നമ്മളവിടെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുമ്പോഴ് ഫ്രണ്ടില് ഇൻട്രോ പറയുമ്പോ പ്രിപ്പയർ ചെയ്തോ, അവര് പ്രിപ്പയർ ചെയ്തോ, പുതിയ സിനിമയുടെ പ്രൊമോഷൻ അല്ലേ വരുന്നത്, പ്രിപ്പയർ ചെയ്തോ. അപ്പോഴും ഞാൻ പറഞ്ഞു അത് ഇപ്പൊ നോക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞതേ ഇന്നലെ വണ്ടിക്കകത്തിരുന്ന് ഭയങ്കര ആക്ടിങ് ആയിരുന്നു. ഓരോ സാധനം ഇത് ചെയ്യാം അത് ചെയ്യണം. വേറൊരു ട്വിസ്റ്റ് ഉണ്ട്, അതിപ്പോ പറയണോ? അത് നാളെ പറഞ്ഞു. അത് ഉല്ലാസിന്റെ ട്വിസ്റ്റ്. അതൊരു മെയിൻ പോഡ്കാസ്റ്റിൽ നമ്മള് റിവീൽ ചെയ്യാം. അവൻ തേഞ്ഞെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാരും സർപ്രൈസ് ആയി. ഇത് നല്ല എക്സിക്യൂഷൻ ആയിരുന്നു കേട്ടോ. അത് വെൽ എക്സിക്യൂഷൻ. അത് ദാസന്റെ യു നീഡ് ആൻ അപ്ലോസ്. ദാസന്റെ കൈയടിക്കാൻ ഒരു ബുദ്ധിമുട്ട്, കൈയടിക്കാൻ കഷ്ടപ്പെട്ട് അവിടെ തുണി ഇതൊക്കെ വൃത്തിയാക്കിയത്. ഇങ്ങനെ പറഞ്ഞു ഈ പാവങ്ങളെയൊക്കെ ഞാൻ എവിടെ കൊണ്ട് എന്നിട്ട് ഇന്നലെ രാവിലെ വിളിച്ചിട്ട് എടാ ക്ലീൻ ചെയ്യാൻ ഫ്രണ്ടില് ക്ലീൻ ചെയ്യാൻ ആരെങ്കിലും കിട്ടോ വിളിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചു യവന്മാര് കോപ്പ് വരണേന്റെ അന്നാണ് രാവിലെ ക്ലീൻ ചെയ്യാൻ നടക്കുന്നത്. ഇനി ആരെ കിട്ടാന്ന് പറഞ്ഞ ഞാൻ നടന്നില്ല. ഞാനാണെങ്കിൽ മീൻ വിൽക്കാൻ പോയ ചേട്ടനെ വിളിച്ചിട്ട് അർജന്റ് ആണ് വന്നേ പറ്റുള്ളൂ ഒരാളെ വിളിച്ചും വരുത്തി മെഷീനും കൊണ്ടുവച്ച് കട്ടും ചെയ്യിപ്പിച്ച്. നന്നായില്ലേ? നമ്മള് വീണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബാക്കിയുള്ളവരെ പറ്റിക്കുന്ന ആ ഒരു ഇതിലായതുകൊണ്ടാണ് എന്തായാലും വിഘ്നേഷ് ആണ് വരണമെന്ന് നിങ്ങൾക്ക് ചിന്തയിലേ ഒരിക്കലും വേണമെങ്കിൽ ചന്തു സലീംകുമാറിന് പകരം വേറെ ആരെങ്കിലും വന്ന അങ്ങനെ വല്ല വിചാരിക്കുള്ളൂ. വിഘ്നേഷിന്റെ കാര്യം എന്തായാലും ചിന്തിക്കും. എനിക്ക് ഇന്നലെ വിഷമമായി. ചന്തു ഇമോഷണലായി ഇന്നലെ പറഞ്ഞു എടാ എല്ലാം സെറ്റ് അല്ലേ? ഞാൻ പറഞ്ഞു എല്ലാം സെറ്റടാ. ഫോൺ വിളിച്ചു എല്ലാം സെറ്റടാ. നാളെ പുള്ളിക്കാരൻ വരും, നസ്ലിൻ അല്ലേ പുള്ളി വരും. ഐ ആം സോ ഹാപ്പി. ഇവൻ തന്നെ പറഞ്ഞ വിഘ്നേഷ് ഇവിടെ ഇരിക്കുന്നു മുമ്പ് വെച്ച് ഇവൻ തന്നെ സോ ഹാപ്പി. ഇംഗ്ലീഷ് സോ ഹാപ്പി. കളിയാ ശരിയടാ എന്ന് പറഞ്ഞിട്ട് മറ്റേ എനിക്ക് തന്നെ ഒരു ഇന്നലെ രാവിലെ തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞു രാവിലെ 9 വരെയാകുമ്പോ എത്തണം. ഇല്ലടാ ഞാൻ രാവിലെ 8 മണിയാകുമ്പോ എത്താം, എനിക്ക് പ്രശ്നമില്ല. അവന് ഓക്കെ സെറ്റ്. ഇന്നലെ രാവിലെ ഇവനെ വിളിച്ചു. ഇവനെ വിളിച്ചപ്പോ ഇവന് ഇല്ലടാ ഗസ്റ്റ് ഇന്ന് വരത്തില്ലടാ. അപ്പൊ ഞാൻ ഇറങ്ങി നിക്കുകയല്ല. അപ്പൊ ഇവ എന്നെ വിളിച്ച് പറഞ്ഞില്ല എന്ന ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു വച്ചിട്ട് പോടാ. അവൻ എന്തോ ചീത്തയും വിളിച്ചിട്ട് വെച്ച് എന്നെ 5 മിനിറ്റ് എനിക്ക് ഡെസ്പ് അടിച്ചു. ദാസ് ഇത്രയും കഷ്ടപ്പെട്ടു, ഇത്രയും ഒരു നല്ലൊരു സെലിബ്രിറ്റിയെ കൊണ്ടുപോയി ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ അത് പറഞ്ഞ് ശരിയായില്ല. എന്നിട്ട് രണ്ടാമത് ഞാൻ വിളിക്കുകയും ദാസ ഓക്കെ അല്ലേ ദാസ എല്ലാം അപ്പം ഇതെല്ലാം ഞാൻ എനിക്ക് സന്തോഷം, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നെയാണ് സത്യം പറഞ്ഞ ഇതിൽ ഏറ്റവും പറ്റിക്കപ്പെട്ടത് അവനാണ്.
സികെക്ക് എന്ന് വെച്ചാൽ ഈ നമുക്ക് വലിയ സെലിബ്രിറ്റി ഇങ്ങനെ ഗസ്റ്റ് ഒക്കെ നമ്മുടെ ഉയർച്ച ഭയങ്കര ഇഷ്ടം ഭയങ്കര അപ്രീഷിയേറ്റ് അതിന്റെ ആ ഒരു വീഡിയോ പറഞ്ഞു അല്ലടാ ഇത് ഈ ഒരു റിയാക്ഷൻ ഒരു സിനിമാ നടൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ കിട്ടൂല. അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത് അല്ലേടാ? ആ ഒരു ഇമോഷണൽ സാധനേ അല്ലേ നമ്മള് വിചാരിച്ചാ കിട്ടാത്തോണ്ടല്ല, ഇതിന്റെ അത്ര എഫക്ട് നാച്ചുറൽ അതാ പുള്ളി വരാൻ നിന്നതാ. ഞാൻ നോക്കിയ നീവന്മാര് കെട്ടിപ്പിടിക്കുകയും ചെയ്തു. നീ താരി മനസ്സിലായില്ല. കിളി മാറിയാട്ടാ. ഇവൻ വിചാരിച്ചു ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഏതോ ഒരു നാടൻ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഒരു ചെറിയ സെറ്റപ്പ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിന്റെ എല്ലാ ക്രെഡിറ്റും നമ്മള് ഉല്ലാസിന് ഒരു മാജിക് അവസാനം ഒരു ചെറിയ ടച്ച് മാജിക് ഉണ്ട്. വ്ലോഗിൽ കണ്ട ഇതും സീനും ഇതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ പൊടിക്കൈകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഇനി എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. മാറ്റം വരുത്താൻ പറ്റുന്ന പറ്റിക്കും. പിന്നെ നമ്മളെ ഇനി അടുത്ത പുതിയ സാധനങ്ങളൊക്കെ വരികയാണ് അല്ലേ? വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിന്റെ ബാക്കി കഥകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ്. അപ്പൊ ഗൈസ് നമ്മുടെ ഗസ്റ്റ് റിവീലേഷനും സ്റ്റുഡിയോ റിവീലേഷനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ആ ഒരു അറിയാന്നുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇമോഷണൽ ഒരു ഇതില്ല. എന്നാലും ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അത് പിന്നെ അപ്പോഴാദ്യം കണ്ടവർക്കെങ്കിലും ആ സ്പോയിലർ ഇല്ലാതെ കാണാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അവർക്കൊരു നിങ്ങളെ പോലെ അവർക്കും ഒരു ത്രില്ലായിരുന്നു. അപ്പൊ ഇനി എന്തായാലും പുതിയ OSB 2 ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. 2.0 വേർഷൻ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതുവരെ കണ്ടത് കഥപ്പടം. ഇനി കാണാൻ മാസ് ഡയലോഗ് പറയുമ്പോ അത് വേണ്ട നീ പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ എപ്പിസോഡുകളുമായി നമ്മൾ വരുന്നതായിരിക്കും. ബൈ.